ഹായ്, ഞാനെന്നാ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പം എന്താ പറയുക, സാവള തീരെയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് വാങ്ങിച്ചിട്ട് വരാമെന്ന്. അല്ല, ഞാനങ്ങനെ കടയിലായിട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ അമ്മാനുണ്ട്, അപ്പോൾ രണ്ടാളെ വീട്ടിലേൽപ്പിച്ചിട്ട് പോവാണ്. ഇതിപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ചൊരു 5 മിനിറ്റത്തെ നടത്തമുണ്ട് കേട്ടോ കടയിലേക്ക്. വെളിയിൽ കടയിൽ പോകണ്ട, നമ്മുടെ സൊസൈറ്റിക്ക് അകത്ത് തന്നെ ഉണ്ട് ഒരു കട. അപ്പം അത്യാവശ്യത്തിന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞാൻ അവിടെ പോകുന്നത് കേട്ടോ. ഇതാ ആ മെയിൻ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകണം. ഇത്രയും നല്ല ദൂരമുണ്ട് അവിടുന്ന്. 5 മിനിറ്റത്തെ നടത്തമുണ്ട്. കുറേ കാണുന്ന ഞങ്ങളുടെ ഗേറ്റ് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഞങ്ങളുടെ ചെറിയ അത്യാവശ്യ സാധനങ്ങളൊക്കെ പലചരക്കും കിട്ടും. ഇവിടെ പച്ചക്കറി രണ്ടും കൂടെ ഇതായിട്ട് കിട്ടും. പിന്നെ കൂടുതലായിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഞാൻ വെളിയിൽ പോകും. ഇത് കണ്ടോ, വിലയാണോ ഒരു പിടി 20 രൂപ. പിന്നെ എനിക്ക് വേണ്ടത് മല്ലിയിലയും വേണം, ഉലുവയിലയും വേണം. അപ്പം ഞാൻ പിന്നെ രണ്ടും ഓരോ പിടി എടുക്കും. മല്ലിയിലയ്ക്ക് 15 രൂപ ഒരു പിടിക്ക്, ഉലുവയിലയ്ക്ക് 20 രൂപ. അപ്പം കുറച്ച് സാമാനം വാങ്ങിച്ചു. ഇഞ്ചിയും മല്ലിയിലയും ഉലുവയിലയും എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഉലുവയില വൃത്തിയാക്കുന്ന ഒരു പണി എത്ര നേരം ഇരുന്നാൽ പറ്റുമെന്നറിയാമോ? എല്ലാം പറിച്ചെടുക്കണം. തണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും. ബായ്. അപ്പോൾ അതിനോട് തന്നെ എനിക്ക് നല്ല ഫ്രഷായിട്ടുള്ള കുറേ സ്ട്രോബെറിയും കിട്ടും കേട്ടോ. ഇവിടെ സ്ട്രോബെറി എന്താ പറയുക, ബോക്സിനായിട്ട് നമ്മുടെ ബോക്സിനായിട്ടാണ് കിട്ടുന്നത്. ഞാൻ അതിലത്തെ 2 ബോക്സ് വാങ്ങിച്ചു കേട്ടോ. ഒരു ബോക്സിന് 25 രൂപയാണ്. അപ്പോൾ 2 ബോക്സ് വാങ്ങിച്ചു. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. ഞാൻ അത് വാങ്ങിച്ചിട്ട് വന്നിട്ട് ചില ഉപ്പുവെള്ളത്തിനകത്തിട്ട് വെച്ചേക്കുക. ഒരു 10 മിനിറ്റ് വെച്ചേക്കും. അതിപ്പം ഞാൻ നല്ലതായിട്ട് ഞെരടി കഴിഞ്ഞ് അതിൻ്റെ തണ്ടെല്ലാം മാറ്റി അതിനി തോരാൻ വെക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പുതിന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇല പറിച്ച് എൻ്റെ കയ്യിൽ നമ്മുടെ ചീനക്കിഴങ്ങ് ചിരണ്ടുമ്പോൾ വരത്തില്ല കയ്യിലക്കാര പോലെ, അത് തന്നെ സെയിം പുതിനയുടെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി കുറച്ച് നേരം ഞാനിതൊന്ന് തോരാൻ വെക്കാം. വെള്ളം തോന്നിയിട്ട് ഞാനിത് പിന്നെ ഡബയ്ക്കകത്താക്കി വൈകുന്നേരം വരെ വെളിയിൽ ഇങ്ങനെ വെച്ചേക്കും. മക്കളുടെ ആവശ്യത്തിന് കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുള്ളൂ കേട്ടോ. തണുത്തായിട്ടൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കളർ തന്നെ